ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ നൊവേന പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിനോടുള്ള ഈ നൊവേനയിൽ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾക്ക്, പുതിയ അഭിഷേകത്തിനു വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ അനുഭവങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്ത ദിവസത്തിനു വേണ്ടി കാത്തിരുന്ന ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്കും പങ്കുചേരാം. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ വരമായ സ്നേഹത്തിനു വേണ്ടി, ദൈവ സ്നേഹത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നിങ്ങളുടെ 3 നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തീർച്ചയായും ആഗ്രഹത്തോടെ, പരിശുദ്ധാത്മാവിനു വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഏവർക്കും പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ അഭിഷേകം ചെയ്യും. കർത്താവിൻ്റെ നാമത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും അവിടുന്ന് പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകും. ഇന്ന് നമ്മുടെ 3 ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ പ്രകാശത്തിൻ്റെ കതിർ സ്വർഗത്തിൽ നിന്നും അയക്കണമേ. അഗതികളുടെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ഹൃദയത്തിൻ്റെ പ്രകാശമേ, എഴുന്നള്ളി വരണമേ. ആശ്വാസദായക, ആത്മാവിൻ്റെ മാധുര്യമേ, ഉഷ്ണത്തിൽ തണുപ്പേ, അവശ്യതയിൽ ആലംബമേ, എഴുന്നള്ളി വരണമേ. ആനന്ദപൂർണമായ പ്രകാശമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ അനുഗ്രഹം കൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ മറ്റൊന്നുമില്ല. മാലിന്യമുള്ളത് കഴുകണമേ, വാടിപ്പോയത് നനയ്ക്കണമേ. രോഗമുള്ളത് സുഖപ്പെടുത്തണമേ, ആറിപ്പോയത് ചൂടാക്കണമേ. കടുപ്പമുള്ളത് മയപ്പെടുത്തണമേ, വഴി തെറ്റിപ്പോയത് നേർവഴിക്കാക്കണമേ. അങ്ങയിൽ ആശ്രയിക്കുന്ന വിശ്വാസികൾക്ക് അവിടുത്തെ 7 വിശുദ്ധ ദാനങ്ങളും ഫലങ്ങളും നൽകണമേ. പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ ജീവിതത്തെ നീ കാണണമേ. ഇവരാഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന സ്നേഹത്തിനു വേണ്ടിയുള്ള ഇവരുടെ യാചന നീ കേൾക്കണമേ. ഇവരുടെ ഹൃദയത്തിൽ ദൈവ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഇവരുടെ കുടുംബത്തിൽ ദൈവ സ്നേഹം നിറയട്ടെ. വെറുപ്പും വിദ്വേഷവുമുള്ള ഹൃദയങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവെ അവ നീക്കം ചെയ്ത് ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവായ ദൈവത്തിൽ നിന്നും ഞങ്ങൾ ചോദിക്കുന്ന ഈ കൃപ, പരിശുദ്ധാത്മാവെ നീ സ്നേഹമായി ഞങ്ങളിൽ വന്നു നിറയണമേ. പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ദൈവസ്നേഹം, പരിശുദ്ധാത്മാവെ നീ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. ഈ പ്രാർത്ഥനയിലൂടെ ദൈവസ്നേഹം എല്ലാ ഹൃദയങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. ഈ പ്രാർത്ഥനയിലൂടെ വിദ്വേഷത്തിലായിരിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും ദൈവസ്നേഹം നിറയട്ടെ. ഈ പ്രാർത്ഥനയിലൂടെ, ഈ നൊവേനയിലൂടെ ശത്രുതയിൽ കഴിയുന്ന എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനുമുള്ള വരം ലഭിക്കട്ടെ. ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ 3 ആവശ്യങ്ങളെ നിങ്ങൾ ചോദിച്ചു പ്രാർത്ഥിക്കുക. തീർച്ചയായും ദൈവസ്നേഹം കൊണ്ട് നിറയുന്ന ഹൃദയത്തിൽ നിന്ന് ഉതിരുന്ന ആവശ്യങ്ങളെ, പ്രാർത്ഥനകളെ കർത്താവ് മാനിക്കും. നമ്മുടെ ബലഹീനതയിൽ ശക്തി നൽകുന്ന കർത്താവിൻ്റെ ജ്വലിക്കുന്ന സ്നേഹം ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദുഃഖത്തിൻ്റെയും നിരുത്സാഹത്തിൻ്റെയും തിരസ്കരണത്തിൻ്റെയും വേദന പേറി നടക്കുന്ന ഹൃദയങ്ങളിലേക്ക് ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കട്ടെ. തകർന്ന സ്വപ്നങ്ങളിൽ കാരണം ദുഃഖത്തിലായിരിക്കുന്ന ഹൃദയത്തിലേക്ക് ദൈവസ്നേഹം ഇപ്പോൾ വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ നിരുപാധിക സ്നേഹം, ദിവ്യമായ സ്നേഹം ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ വേരുപാകപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ദാനമായ
സ്നേഹം കൊണ്ട് നമുക്ക് നിറയാം. ദൈവം സ്നേഹമാണ്. സ്നേഹമുള്ളിടത്ത് എല്ലാമുണ്ട്. സ്നേഹമുള്ളിടത്ത് ഐശ്വര്യമുണ്ട്. സ്നേഹമുള്ളിടത്ത് ഉയർച്ചയുണ്ട്. സ്നേഹമുള്ളിടത്ത് വിജയമുണ്ട്. സ്നേഹമുള്ളിടത്ത് എല്ലാവിധ നന്മകളുമുണ്ട്. അതിനാൽ ഈ പ്രാർത്ഥനയിലൂടെ എല്ലാ വെറുപ്പും വിദ്വേഷത്തിലും വ്യാപരിക്കുന്ന മക്കൾക്ക് ദൈവസ്നേഹം കൊണ്ട് അവർ നിറയപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാറ്റിലും ഉപരിയായ ഏറ്റവും വലിയ കൃപയായ ദൈവസ്നേഹം കൊണ്ട് ഈ നൊവേന പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ ഞങ്ങളെ ഒരു പുത്തൻ അഭിഷേകം ചെയ്യണമേ. നിന്റെ സ്നേഹത്താൽ, നിന്റെ ഒരിക്കലും വറ്റാത്ത സ്നേഹത്താൽ ഈ മക്കളെ നീ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ 3 ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങൾ ഇപ്പോൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച 3 നിയോഗങ്ങളെ ദൈവസ്നേഹത്തോടൊപ്പം ഇവർക്ക് നൽകണമേ. ഇവരുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. അനേക വർഷങ്ങളായി ശത്രുതയിൽ കഴിയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ ദൈവസ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞ് അവരുടെ ശത്രുത ഇല്ലാതെയാകട്ടെ. ശത്രുതയുടെ എല്ലാ വേരുകളും ഇപ്പോൾ പിഴുതെറിയപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവസ്നേഹം വ്യാപരിക്കട്ടെ. ഹൃദയത്തിലേക്കും മനസ്സിലേക്കും ഇപ്പോൾ ദൈവസ്നേഹം വ്യാപരിക്കട്ടെ. ശരീരത്തിലുള്ള രോഗങ്ങളുള്ള ഭാഗങ്ങളിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം നിറയട്ടെ. ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും ദൈവസ്നേഹം നിറയട്ടെ. മനസ്സിൻ്റെ ഓരോ തലങ്ങളിലേക്കും ഇപ്പോൾ ദൈവസ്നേഹം നിറയട്ടെ. നിങ്ങളുടെ ഓർമ്മകളിലേക്ക്, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിലേക്ക് യേശുവിൻ്റെ സ്നേഹം കൊണ്ടിപ്പോൾ നിറയട്ടെ. ദൈവസ്നേഹം, പരിശുദ്ധാത്മാവായ ദൈവമാണ് നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്നത്. അതിനാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ദൈവസ്നേഹത്താൽ നിറയട്ടെ. ഭയത്തിൽ വസിക്കുന്ന മക്കളിലേക്ക് ദൈവസ്നേഹം നിറയട്ടെ. വിദ്വേഷത്തിലായിരിക്കുന്നവരിലേക്ക് ദൈവസ്നേഹം നിറയട്ടെ. ക്ഷമിക്കാൻ കഴിയാത്തവരിലേക്ക് ദൈവസ്നേഹം നിറയട്ടെ. കുടുംബത്തിൽ അലോരസങ്ങൾ ഉണ്ടാക്കുന്നവരിലേക്ക് ദൈവസ്നേഹം നിറയട്ടെ. ഇപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് തിരികെ വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് തിരികെ വരാൻ ദൈവസ്നേഹം നമ്മെ അനുവദിക്കട്ടെ. കർത്താവേ, പ്രാർത്ഥിക്കുന്ന മക്കളുടെ ആവശ്യങ്ങളെ നീ മാനിക്കണമേ. ദൈവസ്നേഹം കൊണ്ട് ഇവരുടെ ജീവിതത്തെ ഒരു പുതുമയുള്ളതാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ നിയോഗങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നാഥ, അങ്ങേക്ക് സർവ്വ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം പരിശുദ്ധാത്മാവിനോടുള്ള ഈ നൊവേന പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറയ്ക്കട്ടെ. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ദൈവസ്നേഹം കൊണ്ട് ഹൃദയം നിറയട്ടെ. മക്കളും മാതാപിതാക്കളും തമ്മിൽ, സഹോദരീ സഹോദരങ്ങൾ തമ്മിൽ ദൈവസ്നേഹത്താൽ നിറയട്ടെ. ദമ്പതിമാർ തമ്മിൽ ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ. സുഹൃത്തുക്കൾ തമ്മിൽ, അയൽവാസികൾ തമ്മിൽ ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ. ഈ പ്രാർത്ഥനയിലൂടെ ഹൃദയത്തിലുള്ള എല്ലാ അന്ധകാരവും മാറിപ്പോകട്ടെ. ദൈവസ്നേഹം നിങ്ങളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ നൊവേന ചൊല്ലുന്ന നിങ്ങളെല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.